കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളും മുസംഖ്യകളും SDPIയും മുസ്ലിം ലീഗും ചേർന്ന് വലിയൊരു പ്ലേ ഗ്രൗണ്ട് തന്നെ BJPക്ക് വളരാൻ വേണ്ടി ഇവിടെ സജ്ജീകരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കോവർ കഴുതയ്ക്ക് പട്ടി അടവച്ചുണ്ടായവന്മാരെ നമ്മൾ മനസ്സിലാക്കാതെ പോവല്ലേ. അത്രയ്ക്ക് വലിയ പുണ്യപ്രവൃത്തിയാണ് ഇവന്മാര് ചെയ്തു വെച്ചിരിക്കുന്നത്. തൃശ്ശൂര് മട്ടത്തൂര് 8 നേതാക്കന്മാര് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് വോട്ടും മേടിച്ച് നക്കലും കഴിച്ചിട്ട് ഈ ഉളുപ്പില്ലാത്ത വർഗങ്ങൾ BJP ചെന്ന് ചേർന്നിരിക്കുന്നു. ഇതുപോലല്ലേ ഈ വിവരം കെട്ട ജന്മങ്ങൾ നോർത്ത് ഇന്ത്യയിലും ചെയ്യുന്നത്. വോട്ട് ചോരി, കൂറുമാറല്, 1000 തന്തയ്ക്കുണ്ടായ എല്ലാ ഗുണങ്ങളും ഇവന്മാർക്കുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിച്ച് ഈ മരപ്പോത്തുകൾക്ക് വോട്ട് ചെയ്ത ജനങ്ങൾ എന്നെ പൊട്ടന്മാരായിരുന്നോ, അതോ വോട്ട് ചെയ്ത് നികുതി അടയ്ക്കുന്ന മനുഷ്യരെ ഇവരൊക്കെ മന്ദബുദ്ധികളായിട്ടാണോ കാണുന്നത്? നീതിയും നിയമവും ഇല്ലെങ്കിൽ വലിച്ചു അടിച്ചിട്ട് കത്തിച്ചു കളയണം ഇവന്മാരൊക്കെ പാർട്ടി ഓഫീസ് അടക്കം. അതിനൊക്കെ ധൈര്യമില്ലാതെ വന്ന നമ്മുടെയൊക്കെ 100 തലമുറ ഇനി ഇവിടെ അടിമകളായി കാലി നക്കി ജീവിക്കേണ്ടി വരും. നിയമപരമായി നീതി കിട്ടിയില്ലെങ്കിൽ തീർത്തു കളയാ. നിയമപരമായി തന്നെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിച്ചയായി കിട്ടിയ വോട്ടും സ്ഥാനങ്ങളും നിയമപരമായി തന്നെ ഇല്ലാതാക്കാൻ കോൺഗ്രസിന് എന്താണ് മടി? എന്തുകൊണ്ട് ജനങ്ങളെ ഇത്രത്തോളം വിഡ്ഢിയാക്കിയ ഒരു പ്രശ്നത്തിൽ ഇവർ ഇടപെടുന്നില്ല? നിങ്ങൾ കോൺഗ്രസ് ആയാലും BJP ആണെങ്കിലും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പട്ടിയോളം വില കൽപ്പിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും പട്ടിയോളം വില കൽപ്പിക്കുന്നില്ല. നാളെ ഇവരുടെയൊക്കെ കാൽ ചോട്ടി കിടന്ന് ചവിട്ടി അരയ്ക്കപ്പെടണമെങ്കിൽ പ്രതികരിക്കണം, പ്രതിരോധിക്കണം. നമ്മളെ ഇല്ലാതാക്കാൻ വരുന്നതിനെ നശിപ്പിച്ചു കളയണം.